പരിശുദ്ധാത്മാവിനെ നമുക്ക് ദാഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ. ഹൃദയത്തിൽ ദാഹമുള്ളവർക്ക് ആ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ലഭ്യമാകും. അതിലൂടെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത് നമുക്ക് സാധിക്കുന്നത്. ആ പരിശുദ്ധാത്മാവ് പറയാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളിൽ വന്ന് പറയണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. അപ്പാ പിതാവേ, അപ്പാ പിതാവേ, അപ്പാ പിതാവേ, പിതാവേ നന്ദി, പിതാവേ നന്ദി, പിതാവേ നന്ദി, പിതാവേ നന്ദി, ഊഹായേ നന്ദി, ഊഹായേ നന്ദി, ഊഹായേ നന്ദി, ഊഹായേ നന്ദി, ഊഹായേ നന്ദി. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ ആരാധിക്കുന്നു, ഞങ്ങളെ സ്തുതിക്കുന്നു, ഞങ്ങളെ മഹത്വപ്പെടുത്തുന്നു. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ ആരാധിക്കുന്നു, ഞങ്ങളെ സ്തുതിക്കുന്നു, ഞങ്ങളെ മഹത്വപ്പെടുത്തുന്നു. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ ആരാധിക്കുന്നു, ഞങ്ങളെ സ്തുതിക്കുന്നു, ഞങ്ങളെ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഇതിനകത്ത് കയറുമ്പോഴേ പേര് വെളിപ്പെടുത്താത്തതായിട്ടുള്ള ആൾക്കാരെന്തെങ്കിലും ഉണ്ടോ? പേരും സ്ഥലവും പറഞ്ഞ് അവിടെ എഴുതി വെച്ചിട്ടാണ് ഇതിനകത്തേക്ക് പ്രവേശിക്കുന്നത്. ഇത് നിങ്ങളുടെ തന്നെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം ഏതെങ്കിലും ഒരു അത്യാവശ്യം ഉണ്ടെങ്കിൽ നിങ്ങളെ ആരെങ്കിലും വിളിക്കുമ്പോൾ ആ രജിസ്റ്റർ നോക്കിയിട്ടാണ് ഇവിടെ പ്രേക്ഷകർ നിങ്ങളെ വന്ന് വിളിച്ചിട്ട് ആ കാര്യം നിങ്ങളോട് പറയുന്നത്, വീടുമായിട്ടുള്ള കോണ്ടാക്ട് ചെയ്യാനായിട്ട് അനുവദിക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെ വരുന്നവര് മയ്യപ്പതിൽ വരുവാണെന്ന് പറഞ്ഞ് വേറെ സ്ഥലത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, വേറെ എങ്ങോട്ടെങ്കിലും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് വിളിച്ച് ചോദിച്ചു കഴിയുമ്പോൾ അത് ഒരുപാട് ബുദ്ധിമുട്ടായിട്ട് തീരും. കാരണം ഇവിടെ രജിസ്റ്ററിനകത്തുണ്ട്, ഒരേ ദിവസവും ഡേറ്റിട്ടാണ് രജിസ്റ്ററിന്റെ നിങ്ങളുടെ പേരും സ്ഥലവും എഴുതി വെക്കുന്നത്. അതുകൊണ്ടാണ് എല്ലാവരും തന്നെ ഈ പേരും സ്ഥലവും പറഞ്ഞിട്ട് മാത്രമേ ഇതിനകത്ത് പ്രവേശിക്കാനായിട്ട് പാടുള്ളൂ. നിങ്ങളെ അറിയാവുന്നതാണ് എന്നുള്ള രീതിയിലേക്ക് വരാൻ പാടില്ല. ഇത്ര ആൾക്കാർ വരുന്നതുകൊണ്ട് എപ്പോഴും ഓരോരുത്തരും ഓർമ്മയിൽ ഇരിക്കുകയില്ല പേര്. അതുകൊണ്ട് എല്ലാവരും ഇതിപ്പോഴേ പേര് കൊടുക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കരങ്ങൾ കയറുക. അതിനുണ്ടോ പേര് കൊടുക്കാത്ത? ആ 2 പേര്, 3, 4 പേര് പേര് കൊടുക്കാതെ ഇവിടെ 5 പേര് പേര് കൊടുക്കാതെയാണ് ഇരിക്കുന്നത്. കേട്ടോ, നിങ്ങൾ അവിടെ അകത്തോട് കയറുമ്പോൾ തന്നെ ആ പേര് കൊടുക്കേണ്ടതാണ്. അത് തന്നെയല്ല, നിങ്ങളിപ്പോൾ മയ്യപ്പതിനിൽ പോവുകയാണെന്ന് പറയാനാണ് വീട്ടിൽ നിന്ന് വരുന്നത്. പരിചയത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായി, എങ്ങനെയാണ് അറിയാൻ പറ്റുന്നത്? കണ്ടില്ലെങ്കിൽ വീട്ടുകാർ മയ്യപ്പതിനാണ് വിളിച്ച് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ പേരില്ല, ഇവിടെ ആള് വന്നിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരുപാട് ബുദ്ധിമുട്ടായിട്ട് തീരുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ പേര് കൊടുക്കണം എന്ന് പറയുന്നത്. പ്രൈസലോ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ഇന്നിവിടെ ആദ്യം തന്നെ വായിച്ച് കേൾക്കുന്നത് പല ആവർത്തിയായിട്ടുള്ള വായിക്കുന്നതാണ്.
മാതാവിന്റെ സന്ദേശത്തില് 485 സന്ദേശം. 485 സന്ദേശമാണ് ഇവിടെ വായിച്ചത്. ഇത് സംഭവിച്ച് കഴിഞ്ഞതാണോ അതോ സംഭവിക്കാൻ പോകുന്നതാണോ അത് എഴുതിയിരിക്കുന്നത്? ആ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ് ഇതിൽ എഴുതി വെച്ചിരിക്കുന്നത്. ക്രൈസ്തലോ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ നമുക്ക് ഇത് കേൾക്കുമ്പോഴ് സന്തോഷമാണോ തോന്നുന്നത്? നമ്മളിൽ തന്നെ മാറ്റങ്ങൾ വരുത്താനുള്ള സമയമായി. അതുകൊണ്ടാണ് മാതാവിന്റെ സന്ദേശത്തിലൂടെ ഈ കാര്യങ്ങളൊക്കെ നമ്മളെ അറിയിക്കുന്നത്. ഇപ്പൊ ഈ സന്ദേശത്തിൽ പറയുന്ന കാര്യങ്ങൾ തന്നെ നിങ്ങൾക്ക് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായം വായിച്ചു കഴിഞ്ഞാൽ അതിനും കാണാൻ സാധിക്കും. നിരന്തര ദഹന ബലികളൊക്കെ നിർത്തൽ ചെയ്യും എന്നൊക്കെ അതില് പറയുന്നുണ്ട്. പ്രൈസലോ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ 666 എന്ന് പറയുന്ന നമ്പര് വെളിപാടിന്റെ പുസ്തകം 13-ാം അധ്യായത്തില് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. ഇന്നത് മൈക്രോ ചിപ്പ് എന്ന് പറയുന്ന രീതിയിലാണ് അത് അറിയപ്പെടുന്നത്. മൈക്രോ ചിപ്പ്, അതിന്റെ മുന്നോടിയാണ് ആധാർ കാർഡ്. മിക്കവാറും ആധാർ കാർഡ് എടുക്കാത്തതായിട്ടുള്ള ആൾക്കാർ കാണുന്ന കാര്യം ചുരുക്കമാണ്. കാരണം അവരാദ്യം പിടികൂടിയിരിക്കുന്ന ഗ്യാസിലാണ്. ആധാർ കാർഡ് ഉണ്ടെങ്കിൽ മാത്രമേ ഗ്യാസ് കിട്ടത്തുള്ളൂ. അപ്പോഴ് ഇതെടുത്തേ പറ്റത്തുള്ളൂ എന്നുള്ളതിന്റെ നിബന്ധനയാണ്. ഗ്യാസില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് ആധാർ കാർഡ് എന്ത് വന്നാലും പ്രശ്നമില്ല, ആധാർ കാർഡ് എടുക്കുക തന്നെ. പ്രൈസലോ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മാതാവിന്റെ സന്ദേശത്തിൽ പറഞ്ഞിരിക്കുന്ന അന്തിക്രിസ്തു എന്ന് പറയുന്ന ഒരാളുണ്ട്. ആ അന്തിക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധ ഗ്രന്ഥം വെളിപാടില് 13-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. 666 ഒരു മനുഷ്യന്റെ നമ്പരാണ്. ജ്ഞാനമുള്ളവർക്ക് ഇത് തിരിച്ചറിയാനായിട്ട് സാധിക്കുള്ളൂ. പ്രൈസലോ, ഹല്ലേലൂയ. അതിൽ പറയുന്നുണ്ട് ഈ 666 എന്ന് പറയുന്ന നമ്പര് നെറ്റിത്തടത്തിലോ കയ്യേലോ പതിക്കാത്തവർക്ക് കൊടുക്കൽ വാങ്ങലൊന്നും ഉണ്ടായിരിക്കുകയില്ല. ഈ 666 എന്ന് പറയുന്ന നമ്പര് നെറ്റിത്തടത്തിലോ കയ്യേലോ പതിക്കാത്തവർക്ക് കൊടുക്കൽ വാങ്ങല് ഉണ്ടായിരിക്കും. അപ്പോൾ ആ നമ്പര് പതിച്ചെങ്കിൽ മാത്രമേ കൊടുക്കൽ വാങ്ങല് ഉണ്ടാകുള്ളൂ. അത് ആദ്യം രാജ്യങ്ങൾ തമ്മിലാണ് ഈ നമ്പർ സ്വീകരിക്കേണ്ടി വരുന്നത്. ഈ അടുത്ത കാലത്ത് അമേരിക്കയുടെ മുദ്രിതയായിട്ട് 666 അമേരിക്കയുടെ മുദ്രയായിട്ട് അവര് സ്വീകരിച്ചിട്ടുണ്ട്. അവിടെ ഹോസ്പിറ്റലിൽ പോകുന്നതിന് പൈസ ഒന്നും കൊടുക്കണ്ട, ഈ കാർഡ് ഉണ്ടായിരുന്നാൽ മതി, ചിപ്പ് സ്വീകരിച്ചാൽ മതി. 666 എന്ന് പറയുന്ന ആ നമ്പരാണ് ഈ ചിപ്പ് എന്ന് പറയുന്ന സാധനം. കേട്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് ചോദിക്കുന്നുണ്ട്, ഞാൻ തിരികെ വരുമ്പോൾ വിശ്വാസിയായിട്ട് ഒരുവനെങ്കിലും ഈ ഭൂമിയില് ഉണ്ടായിരിക്കുവോ? ആരും കാണോ വിശ്വാസിയായിട്ട്? ഉണ്ടായിരിക്കുവോ? കാരണം പെന്തിക്കോസ്തുകാർ എന്തുമാത്രം വലിയ വിശ്വാസം, ഭയങ്കര വിശ്വാസമല്ലേ? അവർക്കറിയത്തില്ല ഈ വചനം. ഞാൻ തിരികെ വരുമ്പോൾ വിശ്വാസമായിട്ട് ഒരുവനെങ്കിലും ഈ ഭൂമിയില് ഉണ്ടായിരിക്കുവോ? എന്താ ഇത് ചോദിക്കാൻ കാരണം? വരാൻ പോകുന്ന വകുപ്പുകളും കൗടപ്പീരും ചെറുതല്ല, നിസ്സാരമല്ലത്. അതിനെയൊക്കെ അതിജീവിച്ചെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ. ഈശോ വരുന്ന സമയത്ത് ഈ
ഈശോയുടെ കൂടെ ആയിരിക്കേണ്ട സാധിക്കത്തുള്ളൂ. അറിയിച്ചല്ലോ, മറ്റു കാര്യം ഈശോ വരുമോ? എന്നാ വരുന്നു? എന്നായിരിക്കും വരുന്നത്? ആരും ഉദ്ദേശിക്കുന്ന സമയത്തായിരിക്കത്തില്ല വരുന്നത്. എന്നാലേ നെൽജോസിയാർ പറയുന്നത് അവൻ ദാ വരുന്നു, വേണ്ട വരുന്നു, ദാ വന്നു കഴിഞ്ഞു അല്ലേ? അതുകൊണ്ട് ഒരു 25 വർഷത്തിന് മുമ്പ് അവൻ നോട്ടീസ് എനിക്ക് പബ്ലിസിറ്റി ചെയ്തായിരുന്നു, ലോകം അവസാനിക്കാൻ പോവുക, അതുകൊണ്ട് ഉള്ള പരസ്പരം പങ്കുവെച്ച് ജീവിക്കുക. അന്ന് ഈ കാച്ചിലും ചേനും ചേമ്പൂക്കെ നടുധാന്യങ്ങളൊക്കെ നട്ട് വളർന്നു വരുന്നതേ ഉള്ളായിരുന്നു. ഇത് ഈ നോട്ടീസ് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് അതെല്ലാം വലിച്ചു പറിച്ച് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും തീറ്റി കുടിയെല്ലാം നടത്തിയിട്ട് എല്ലായിടവും അഖണ്ഡ ജപമാല, അഖണ്ഡനാമം, അമ്പലങ്ങളിലെല്ലാം നേരം വിളിക്കുന്ന വരെ അഖണ്ഡനാമവും പ്രാർത്ഥനയും ബഹളങ്ങളുമല്ല. വെറുതെ ഒരു അന്ധകാരത്തേക്ക് ഒരു നോട്ടീസ് അടിച്ചത്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ 15 വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും അടിച്ചു, ലോകം അവസാനിക്കാൻ പോകും. മാതാവിന്റെ സന്ദേശത്തിൽ പറയുന്നില്ലയോ, അനേകം വ്യാജ പ്രവാചകന്മാര്, അനേകം വ്യാജം പറയുന്നവര് നിങ്ങളുടെ ഇടയിലേക്ക് വരും. എന്നാൽ യേശുവിന്റെ രണ്ടാം വരവിനെ കുറിച്ച് പല മുന്നറിയിപ്പുകളും തന്നിട്ടുണ്ട്, അടയാളങ്ങള്. ഇതെല്ലാം വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നോക്കി ശ്രദ്ധിച്ച് അവനവനെ തന്നെ വിശദീകരിച്ച് ലോകത്തിൻ്റെതായിട്ടുള്ള ആസക്തിയുടെ വെടിഞ്ഞ് ജീവിതം ക്രമീകരിക്കാനായിട്ടാണ് മുന്നറിയിപ്പ് തരുന്നത്. ഇന്ന് കർത്താവിന്റെ വരവ് പൂർണ്ണമായിട്ടും അടയാളങ്ങളിലൂടെ നമ്മുടെ അടുക്കിലേക്ക് എത്താനായിട്ട് തുടങ്ങിയിട്ട് തന്നെ ചലനമുണ്ടോ ആരെങ്കിലും? അത് എപ്പോഴെങ്കിലും വന്നിട്ട് പോട്ടെ. ബിവറേജിലോട്ട് പോകുവോ, മാറി പോകുവോ, എന്ത് വേണ്ടാതിനം കാണിക്കുവോ, കള്ളം പറയുവോ, ബ്ലേഡ് പരിശ്രമിക്കുവോ, എങ്ങനെ വേണേലും മുന്നോട്ട് പോയിക്കോളാം. പ്രൈസലോ, ഹല്ലേലൂയ, 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 പ്രൈസലോ. രാവിലെ ഇവിടെ ഒരു അപ്പച്ചൻ വന്ന് ഇവിടെ ഒരു അപേക്ഷക്കത്ത്, കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ കരുണയുള്ളവരായതുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി നമ്മള് കരുണ കാണിക്കാനായിട്ട് തയ്യാറാകുന്നവർ ഇല്ലേ? അപ്പൊ അപ്പച്ചൻ രാവിലെ ഒരു അപേക്ഷക്കത്തുമായിട്ട് വന്നു. തളർന്നു കിടന്നിരിക്കുന്ന ഒരാളിനെ വിട്ടിട്ടാണ് ഈ അപേക്ഷക്കത്ത് എഴുതി കൊണ്ടുവന്നിരിക്കുന്നത്. കൊണ്ടുവന്നപ്പോഴ് ഞാൻ അപ്പച്ചനോട് ചോദിച്ചു, അപ്പച്ചൻ ഈ പ്രശ്നം അപ്പച്ചൻ ഏറ്റെടുക്കാൻ തയ്യാറാണോ? കാരണം നമ്മള് ഒരു പേപ്പറിനകത്ത് ഒരു അപേക്ഷ എഴുതുന്നത് ദൈവത്തിനാണ് അത് എഴുതുന്നത്. അത് എഴുതുമ്പോഴ് ഈശോയാണ് അത് ഏറ്റെടുക്കുന്നത്. ആ കത്ത് മേടിച്ചോണ്ട് വരുന്ന ആള് ഈ പ്രശ്നം ഏറ്റെടുത്തോണ്ട് മാത്രമേ ഇത് കൊണ്ടുവരാവുള്ളൂ. കാരണം ചിലപ്പം ആ അപേക്ഷക്കത്ത് കൊണ്ടുവന്നിട്ട് പ്രാർത്ഥിച്ച് കഴിയുമ്പോഴ് ആ വ്യക്തി അവിടെ സുഖമാകും, പക്ഷെ അപേക്ഷക്കത്ത് കൊണ്ടുവന്ന ആള് കിടപ്പാകും. ഇതിന് തയ്യാറില്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യേണ്ടത് പോകരുത്. പ്രശ്നമോ, ഇവിടെ വിധവയായ ഒരു മകള് വന്നിട്ട് അവരുടെ അകന്ന ബന്ധത്തിലുള്ള ഒരു മകൻ ആക്സിഡന്റായി അന്ത്യശ്വാസം വലിച്ച് ഐസിയിൽ കിടക്കുകയാണ്. ഈ വ്യക്തി എൻ്റെ വന്നിട്ട് ഭയങ്കരമായിട്ട് കരഞ്ഞ് ബഹളം വെച്ച് അദ്ദേഹം എങ്ങനെയെങ്കിലും സുഖം പ്രാപിക്കണം, എങ്ങനെയെങ്കിലും വിടുതൽ കിട്ടണം, മാറ്റം കിട്ടണം, ഇതെന്റെ ഒരു ആവശ്യമാണ് എന്ന് പറഞ്ഞൊക്കെ ഈ വാക്കുകൾ ഉന്നയിച്ചപ്പോഴ് ആ വ്യക്തിയോട് ഞാൻ ചോദിച്ചു, മോളെ ഈ പ്രശ്നം നീ ഏറ്റെടുക്കാൻ തയ്യാറാണോ? അവളെ പറഞ്ഞു, ഞാൻ തയ്യാറാണ്, എന്ത് പ്രശ്നം വന്നാലും ഞാൻ ഏറ്റെടുക്കാൻ തയ്യാറാണ്, പക്ഷെ ആ വ്യക്തി സുഖം പ്രാപിക്കണം, ഇതെന്റെ ഒരു ആവശ്യമാണ്. അവരോട് പറഞ്ഞു, നീ ഈ പ്രശ്നം ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ ആ വ്യക്തി സുഖം പ്രാപിച്ചിരിക്കും. എന്നോട് പറഞ്ഞ് ആ വ്യക്തി സുഖം പ്രാപിച്ച്
ആശുപത്രിയിൽ നിന്ന് ഐസിന്ന് പുറത്ത് വന്നു കഴിഞ്ഞാൽ ആള് ഈ മരിയപ്പതിന് വന്നിരിക്കും. അത് കഴിഞ്ഞിട്ട് ആൾ എങ്ങോട്ടെങ്കിലും പോകത്തുള്ളൂ. ഞാൻ പറഞ്ഞു ഒരിക്കലും നടക്കുന്ന കാര്യമല്ല, സംഭവിക്കുകയില്ല. അത് ഞാൻ പറഞ്ഞല്ല, ആളിവിടെ വന്നെത്തും. എന്തായാലും ആള് സുഖം പ്രാപിച്ച് ഐസിന്നൊക്കെ പുറത്ത് പോരുന്ന അവസാനം അദ്ദേഹം ഇലക്ട്രിക്കൽ എഞ്ചിനീയറാണ്. സുഖമെല്ലാം ആയിക്കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ഓഫീസിൽ വന്ന പുള്ളിക്കാരന് കണ്ണൂരോട് പോകാനുള്ള ട്രാൻസ്ഫർ കിട്ടി. ആ ട്രാൻസ്ഫറിന് വേണ്ടി അദ്ദേഹം നേരെ കണ്ണൂരോട്ടങ്ങ് പോയി. ഇവിടെ വന്നോ? അവിടെ വിശ്വാസം എന്തുവായി? കുറെ നാൾ കഴിഞ്ഞതിന് ശേഷം ഏതാണ്ട് 1-2 വർഷം കഴിഞ്ഞതിന് ശേഷം നിർബന്ധിച്ച് പിടിച്ചു വലിച്ച ആ വ്യക്തി ഇവിടെ കൊണ്ടുവന്ന് അവര് ഇവിടുന്ന് പ്രാർത്ഥനയും കഴിഞ്ഞ് എല്ലാവരും പൊരിക്കഴിഞ്ഞതിന് ശേഷമാണ് അവർ ഭാര്യയും മക്കളുമായിട്ട് ഇവിടെ വന്നെത്തിയത്. എന്നാൽ ഇതൊന്നും അല്ല ഇവിടെ സംഭവം. ഈ വ്യക്തിയുടെ ഏക മകൻ, ആ മനുഷ്യന് ഏത് ആക്സിഡന്റ് ഉണ്ടായോ, ഏത് രീതിയിലുള്ള അപകടം ഉണ്ടായോ, അതേപോലുള്ള അപകടത്തിൽ തന്നെ കുറെ കാലം കഴിഞ്ഞപ്പോൾ ആ മകൻ മരിച്ചുപോയ അപകടത്തിൽ. അന്ന് പറഞ്ഞത് ഓർത്തായിരുന്നു ആ വ്യക്തി, നീ ഇത് ഏറ്റെടുക്കാൻ തയ്യാറാണോ? അതെ, ഞാൻ ഏറ്റെടുക്കാൻ തയ്യാറാണ്. ഇത് നിന്നിൽ സംഭവിക്കാൻ പോവുകയാണെന്ന് ദൈവം മുന്നറിയിപ്പ് കൊടുത്തപ്പോൾ ഒരിക്കലും അവൾക്ക് മനസ്സിലായില്ല. ഒരിക്കലും ആ വ്യക്തി കരുതിയില്ല ഇതിനൊക്കെ സംഭവിക്കുമെന്ന്. ഒരുവന്റെ ആത്മാവിന്റെ അവന്റെ കരങ്ങൾ അവിടെ പറയുന്നുണ്ട്, ഇതാ നിന്റെ അമ്മയും സഹോദരങ്ങളും വിളിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഈശോ പറഞ്ഞ്, എന്റെ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവര് ആരാണോ അവരാണ് എന്റെ അമ്മയും സഹോദരനും സഹോദരിയും. അതേപോലെ തന്നെ ദൈവസന്നദ്ധിയിൽ സാഹചര്യങ്ങളില്ല. ദൈവത്തിന്റെ മുന്നില് സാഹചര്യങ്ങളില്ല. സാഹചര്യങ്ങൾ പറയാൻ പാടില്ല ദൈവത്തിന് സന്നദ്ധിയില്ല. ഞാൻ അങ്ങോട്ട് പോയി, ഇങ്ങോട്ട് വന്ന്, ഇങ്ങനെ കിടന്ന്, അങ്ങനെ പോയതുകൊണ്ടാണ്, ഇങ്ങനെ വന്നതുകൊണ്ടാണ്, അങ്ങനെ ഒരു സാഹചര്യവും ദൈവമുന്നിലില്ല. ഈ സാഹചര്യം പറയുന്നത് ദൈവവുമായുള്ള ബന്ധമില്ലാത്തതുകൊണ്ടാണ്, ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കാത്തതുകൊണ്ടാണ്. ദൈവമാണ് എന്റെ സൃഷ്ടാവെന്നും അവിടെ നിന്നാണ് എന്നെ നയിക്കുന്നതെന്നും ആരിലൂടെങ്കിലും നമുക്ക് അറിവ് കിട്ടിക്കഴിഞ്ഞാല് ആ അറിവിനനുസരിച്ചാണ് നമ്മൾ ജീവിക്കാൻ തയ്യാറാകേണ്ടത്. അങ്ങനെയുള്ളവർക്ക് ഒരിക്കലും സാഹചര്യങ്ങളില്ല. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായത്തിന് 38-ാമത്തെ വാക്യം, അതില് മാതാവ് ഒരു സാഹചര്യവും പറയുന്നില്ല. മാതാവ് പറഞ്ഞ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ സംഭവിക്കട്ടെ. ലൂക്ക 22-ന്റെ 42-ാമത്തെ വാക്യത്തിലും ഇതേ വാക്കുകൾ തന്നെയാണ് പറയുന്നത്. ഈശോ ഗെത്സമനിൽ പ്രാർത്ഥിക്കുമ്പോൾ വരാൻ പോകുന്ന വേദന എത്രമാത്രം വലുതാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് കർത്താവ് പറഞ്ഞ, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണം, എങ്കിലും എന്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം നിറവേറട്ടെ. കർത്താവ് ഒരു സാഹചര്യങ്ങളും പറഞ്ഞില്ല, മാതാവ് ഒരു സാഹചര്യവും പറഞ്ഞില്ല. നിനക്കെന്താണ് സാഹചര്യം? ദൈവത്തെക്കാൾ ഉപരി നീ എന്തിനെ സ്നേഹിക്കുന്നോ അതുകൊണ്ട് നിനക്ക് തിരിച്ചടി ഉണ്ടാകും. ദൈവത്തെക്കാൾ ഉപരി നമ്മള് മക്കളെ സ്നേഹിച്ചാൽ മക്കളെ കൊണ്ട് തിരിച്ചടി ഉണ്ടാകും. ദൈവത്തെക്കാൾ ഉപരി നീ ഭർത്താവിനെ സ്നേഹിച്ചാൽ ഭർത്താവിനെ കൊണ്ട് തിരിച്ചടി ഉണ്ടാകും. ഒന്നിൽ അപകടങ്ങളിൽ വരുന്ന അനേതെങ്കിലും കാരണവശാൽ ദൈവത്താലുപരി എന്തിന് പ്രാധാന്യം കൊടുക്കുന്നോ അതുകൊണ്ട് നിനക്ക് തിരിച്ചടി ഉണ്ടാകും. പ്രവാചകന്റെ പുസ്തകം
66 അധ്യായമാണ് ഇന്ന് നമുക്ക് കർത്താവ് സന്ദേശമായിട്ട് തന്നത്. അതിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ആകാശം അവിടുത്തെ വാസസ്ഥലമാണ്, അവിടുത്തെ സിംഹാസനമാണ്, ഭൂമി അവിടുത്തെ പാദപീഠമാണ്. എങ്കിലോ അറിയാം, മനുഷ്യരോടെ പറയില്ല. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ വരണം. അപ്പൊ നമുക്ക് ഈ അവസ്ഥയൊന്ന് മാറാനായിട്ട് പിതാവ് അനുവദിക്കുന്നെങ്കിൽ മാറാനായിട്ട് നമുക്ക് കരങ്ങൾ ഉണ്ടാകുന്നത് മറ്റൊന്നും കൊണ്ടല്ല, സ്നേഹം ഇല്ലാത്തത് കൊണ്ടാണ് ദേഷ്യം ഉണ്ടാകുന്നത്. ഈ കൈപൊക്കെ ചിന്തിച്ചുള്ള നിങ്ങൾക്ക് സ്നേഹമില്ല, സ്നേഹമില്ലാത്തതുകൊണ്ടാണ് ദേഷ്യം ഉണ്ടാകുന്നത്. സ്നേഹമുണ്ടെങ്കിൽ ദേഷ്യമില്ല. ഇത് 1 കൊരിന്ത്യർ 13 അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സ്നേഹം എല്ലാം ക്ഷമിക്കും, എല്ലാം സഹിക്കും, എല്ലാം അംഗീകരിക്കും, എല്ലാം വിശ്വസിക്കും. മലകളെ മാറ്റാനുള്ള വിശ്വാസം ഉണ്ടായാലും സ്നേഹമില്ലെങ്കിൽ യാതൊന്നും ഇല്ല. അപ്പോൾ കഴിവൊക്കെയെങ്കിൽ സ്നേഹം ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ ദേഷ്യപ്പെടുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്ക് ഒരുപാട് ദേഷ്യമുള്ള ആളായിരുന്നു, ഭയങ്കര ദേഷ്യമായിരുന്നു. എനിക്ക് ദേഷ്യം വരാൻ കാരണം മറ്റൊന്നുമല്ല, വിറ്റുണ്ടായിരുന്നു. വിറ്റ് അമ്മയെന്നൊക്കെ വിളിക്കുന്നത് അരമണിക്കൂർ കൊണ്ട് അമ്മയെന്ന്. നിങ്ങളിപ്പോ അമ്മയെന്ന് പെട്ടെന്ന് പറഞ്ഞു, എനിക്ക് അമ്മേനെ വിളിക്കണമെങ്കിൽ പറഞ്ഞ് അമ്മയെ വിളിക്കാൻ പറ്റും. അതിന് വിറ്റുണ്ടായിരുന്നു. എന്താ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഞാൻ പറയുന്നത് ഈ സമൂഹത്തിലിരിക്കുന്ന ഏതോ ഒരു വ്യക്തിക്ക് പ്രകൃതിയുടെ മേൽ അധികാരം ദൈവം തന്നിട്ടുണ്ട് ഇപ്പോഴേ. നേരത്തെ മുതൽ കിട്ടിയിരിക്കുന്നതാണ് പ്രകൃതിയെ ശാസിക്കാനുള്ള അധികാരം ഏതോ ഒരു വ്യക്തിക്ക് മേലുണ്ട്. അതിന്റെ അന്തരാത്മാവിനെ മഴ തുടങ്ങിയപ്പോൾ ഈ പ്രകൃതിയെ ശാസിക്കണമെന്നുള്ള തോന്നല് മനസ്സിലുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രകൃതിയെ ശാസിക്കണം എന്നതിന് ശക്തമായ തോന്നലുണ്ടായിക്കൊണ്ടിരിക്കുന്ന വ്യക്തി ആരായിരുന്നാലും ഈ കൂടുതലുണ്ടായി കരകയറുക. മനുഷ്യനിങ്ങനെ ശാസിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഈ പ്രകൃതി അതുകൊണ്ടാണ് മഴ 2-3 പ്രാവശ്യം അത് ശക്തി പ്രാപിക്കുന്നത്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു അവസരം ഉണ്ടാകുന്ന ഏതെങ്കിലും ഒരു സാഹചര്യം കാരണം ഞാനിങ്ങനെ അധികം തുറക്കുമ്പോൾ അത് ശക്തി പ്രാപിക്കുകയും വീണ്ടും അത് കുറയുകയും വീണ്ടും അത് ശക്തി പ്രാപിക്കുകയും ചെയ്യുന്നു. അപ്പോഴാണ് രണ്ടാമത് പേര് പറയുന്നത് പ്രകൃതിയുടെ മേൽ അധികാരം ലഭിച്ച ഒരു വ്യക്തി കൂട്ടത്തില് ഉണ്ട്. അത് ശാസിക്കേണ്ടതെന്നുള്ള കാര്യമുണ്ട്. ഞാൻ നിങ്ങളോട് സംസാരിക്കണമെങ്കിൽ നിങ്ങൾ തന്നെ പ്രാർത്ഥിക്കുക. ഏതെങ്കിലും ഒരു സ്ഥലത്ത് നമ്മൾ പോകുമ്പോൾ എന്തെങ്കിലും ഒരു അപകടം ഉണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാല് ആ അപകടം ഉണ്ടാകുന്ന സ്ഥലത്ത് സഹായിക്കാനായിട്ട് നമ്മൾ ഇറങ്ങിത്തിരിക്കുന്ന ആരും പറഞ്ഞിട്ടാണോ? നമ്മളതിനോടുള്ള ആ ഒരു കാര്യം കൊണ്ടങ്ങ് ചെയ്യാനായിട്ട് ഇറങ്ങുക എന്ന് പറയുന്ന പോലെ തന്നെ ഈ പ്രാർത്ഥിക്കാനായിട്ട് വരുമെന്ന് പറയുന്നത് നിങ്ങൾ വെറുതെ വന്ന് പ്രാർത്ഥിച്ചു പോവല്ല. ഇതിനകത്ത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് ഒരുപാട് കൃപകളും അനുഗ്രഹങ്ങളും ദൈവം തരുന്നുണ്ട്. നിങ്ങളത് തിരിച്ചറിയുന്നില്ല. വന്നിട്ട് വന്ന പോലെ തന്നെ തിരിച്ചങ്ങ് പോവുക. ദൈവത്തിനുള്ള ഒരേ കൃപകളെ ദൈവം തരുന്നുണ്ട്. ഇവിടെ ഇപ്പൊ 2 പേരുള്ള ഇപ്പൊ ഇരിക്കുന്നവര് ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കൊണ്ടിരിക്കുകയാണ്, ബ്രദർ എന്താണ് ഇരുന്നുകൊണ്ട് പറയുന്നത്? ചിലപ്പോൾ അതായിരിക്കും ഈ പ്രകൃതി ഇങ്ങനെ വരുന്നത്. ഇരുന്നുകൊണ്ട് വചനം പറയുന്നതിന്റെ കാരണം എന്താണ്? ഇങ്ങനെ ചിന്തിക്കൊണ്ടിരിക്കുക മനസ്സിൽ. ഇങ്ങനെ ആരാണ് ഇവരത് ചിന്തിക്കൊണ്ടിരിക്കുന്നത്? കാരണം ഇരുന്നുകൊണ്ട്
വചനം പറയുന്നുണ്ടായിരിക്കും ഇങ്ങനെയുള്ള തണുത്ത മഴയൊക്കെ വരുന്നത്. ഇങ്ങനെ ചിന്തിച്ചവരാരായിരുന്നാലും കരഞ്ഞിൽ കരുതുക, ഇരുന്നുകൊണ്ട് വചനം പറയുന്നതുകൊണ്ടായിരുന്നു. കാരണം നമ്മുടെ ഒരുപാട് ഉപാധികളൊക്കെ പറയുന്നത് പ്രശ്നം വരുന്നു അല്ലേ? ഒരുപാട് ഉപാധികൾ പറയത്തില്ലേ? ആരായിരുന്നു അങ്ങനെ ചിന്തിച്ച രണ്ടുപേര്, ഒരാളായനുണ്ട്, ഈ ഒരാള്, ആ രണ്ടുപേര് ഇപ്പോഴ് പ്രകൃതി തിരിഞ്ഞതിന്റെ അടയാളമാണത്. കാരണം അവര് നോക്കുമ്പോഴ് എവിടെ പോയിരുന്നാലും ദൈവവചനം പറയുന്നത് നിന്നോണ്ടാണ്. അപ്പൊ നിന്നോണ്ടാണ് ദൈവവചനം പറയുന്നത്. പക്ഷേ ഞാനിവിടെ കൂടുതലും ഇരുന്നോണ്ട് നിങ്ങളോട് വചനം പറയുന്നത് മിക്കവാറും നിന്നോണ്ട് വചനം പറഞ്ഞു കഴിയുമ്പോഴേക്കും ഞാൻ തറയെ പോകും. കാരണം അത്രമാത്രം അസ്വസ്ഥത അനുഭവിച്ചുകൊണ്ടാണ് നിങ്ങളുടെ മുന്നില് ആയിരിക്കുന്നത്. കാരണം അങ്ങനെ ശരീരത്ത് ഒരു ബലമൊന്നുമില്ല, ഉച്ചമോരുള്ളങ്കാല് വരെ ഇങ്ങനെ പിഴിഞ്ഞു മുറുങ്ങുന്നവരുടെ വേദന അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടുകൊണ്ടാണ് ഈ വചനം പറയുകയും ചെയ്യുന്നത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വളരെ വിശുദ്ധരായിട്ടുള്ളവരിൽ ഇവിടെ വരുന്നത്. നമ്മൾ വിദേശ സ്ഥലങ്ങളിൽ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ പലപ്പോഴും നിങ്ങൾ കണ്ടിട്ടുണ്ട് പലരിവിടെ ഉരുണ്ട് വീഴുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ പല രീതിയിലുള്ള അസ്വസ്ഥതകളുള്ളവരാണ് വരുന്നത്. കർത്താവ് പറഞ്ഞത് നിങ്ങളുടെ വേദനയാണ് ഞാൻ ഏറ്റെടുത്തത്, നിങ്ങളുടെ ദുഃഖമാണ് ഞാൻ വഹിച്ചത്. കർത്താവ് വചനം പ്രബോധനം കൊടുക്കുന്ന സമയത്തെല്ലാം നിന്നുകൊണ്ടാണ് പറയുന്നത്. ഒരു ഭാഗത്ത് മാത്രം ഇരുന്നുകൊണ്ട് കർത്താവ് പ്രബോധനം കൊടുത്തു. ഏത് ഭാഗത്താണ്? വഞ്ചിയിലിരുന്നുകൊണ്ട് അടുത്ത് കിടന്നിരുന്ന വഞ്ചി സകലം ഉള്ളിലോട്ട് മാറ്റി ഗിരിപ്രഭാഷണം, ഇങ്ങനെ വഞ്ചി ഉള്ളിലോട്ട് മാറ്റി അതിരുന്നുകൊണ്ട് കർത്താവ് സംസാരിക്കാനായിട്ട് തുടങ്ങി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം നമ്മള് ഈശോയോട് ചേർന്ന് പ്രാർത്ഥിക്കാനായിട്ട് ഒരുങ്ങുന്നത് കർത്താവ് പറഞ്ഞില്ലേ, മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം, ഞാൻ പോകാനുള്ള ഞാൻ പോകാനുള്ള ഇടങ്ങളിലേക്ക് ഇതാ ഞാൻ നിങ്ങളെ അയക്കുന്നു. പോയവരിൽ എല്ലാവരും തന്നെ ഒരുപാട് പീഡനങ്ങളൊക്കെ ഏറ്റ് മരണം സ്വീകരിക്കുകയാണ് ചെയ്തത്, രക്തസാക്ഷിയാകുകയാണ് ചെയ്തത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ദൈവമേ നന്ദി, ദൈവമേ നന്ദി, ദൈവമേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. മറ്റുള്ളവരോട് വെറുപ്പ് വെച്ച് പുലർത്തുന്ന
23 പേരും ഇതിനകത്തുണ്ട്. മറ്റുള്ള ആൾക്കാരോട് വെറുപ്പ് വെച്ച് പുലർന്ന, മിണ്ടാതെയും നോക്കാതെയും സംസാരിക്കാതെയൊക്കെ വെറുപ്പ് വെച്ച് പുലർത്തുന്ന 23 പേര്. ഈ വെറുപ്പ് വെച്ച് പുലർത്തുന്ന ആൾക്കാർ ഇപ്പോഴെവിടെ? വെറുപ്പുണ്ട് മറ്റുള്ളവരോട്, വെറുപ്പുണ്ട് ആരോടും ആകാം. 23 പേരുണ്ട് അങ്ങനെയുള്ളവര്. ആരെങ്കിലും പ്രേക്ഷകർ വന്നിട്ടുണ്ട് ഈ എണ്ണിച്ച് നിൽക്കുന്നവരുടെ എണ്ണം എടുക്കുക. 23 പേരെയാണ് കർത്താവ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. എണ്ണിച്ച് നിൽക്കുന്നവരുടെ എണ്ണം എടുക്കുക. ഏ 35 പേര് വരെ ഉണ്ട്. 23 പേര് വരെയാണ് വെറുപ്പും വിരോധമായിട്ട് ഉള്ളവര്. 36 പേര് വരെ ഉണ്ട്. ഇനിയും ഇതിനകത്ത് ഇരിപ്പുണ്ട്. കർത്താവ് അങ്ങനെയുള്ളവരെ ഇപ്പോഴ് ശ്രദ്ധിക്കുകയാണ്. വെറുപ്പുള്ള വ്യക്തികൾ ഇപ്പോഴും ഇതിനകത്ത് എണ്ണിച്ച് നിൽക്കാതുള്ളവര് ഇരിക്കുന്നവരുണ്ട്. ഏതാണ്ട് 3 വർഷം കൊണ്ട് സാമ്പത്തിക ബാധ്യത കൊണ്ട് വെറുപ്പുള്ളവരുണ്ട്. ഒരു ഫംഗ്ഷന് വിളിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് വെറുപ്പുള്ളവരുണ്ട്. പിന്നെ ആരും അറിയുന്നില്ല എന്നാരും പറഞ്ഞുകൊണ്ടിരിക്കരുത്. കാരണം ഇവിടെ ഞാനിവിടെ പറയുന്നുണ്ട്, ഇവിടെ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ പിതാവേ ഇന്ന് രാവിലെ മുതൽ ഈ നിമിഷം വരെ വാക്കുകൊണ്ടോ പ്രവൃത്തികൊണ്ടോ വീക്ഷണത്താലോ ആരെങ്കിലും ഹൃദയം വേദനിപ്പിക്കാൻ കേൾക്കണമെങ്കിൽ കർത്താവിന്റെ നാമത്തിൽ എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു, ഈ ലോകത്തോട് ക്ഷമ ചോദിക്കുന്നു പറഞ്ഞിട്ടാണ് നമ്മൾ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുന്നത്. ബാക്കി ഇരിക്കുന്നവരിവിടെ നേരെ കരങ്ങൾ നീട്ടിപ്പിടിക്കുക. എല്ലാവരോടും ക്ഷമിക്കാനുള്ള ക്ഷമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന് 44-ാമത്തെ വാക്യങ്ങളിലേക്ക് പറയുന്നുണ്ട്, ശത്രുക്കളെ സ്നേഹിക്കുക, പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുക. വെറുപ്പും വിരോധവും വെച്ച് പുലർത്തിയാൽ ഒരുപാട് തകർച്ചയുടെ നാശത്തിലേക്കുമാണ് നമ്മളിൽ നിന്ന് എത്തുക.